പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. വചനം പറയുന്നത് ഇപ്രകാരമായിരുന്നു: കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിരിക്കുന്നു. തൊഴിൽശാലകളിൽ ആത്മാർത്ഥതയില്ലാതെ ജോലി ചെയ്തതിൻ്റെ പരിണിതഫലമായി വേദനിക്കുന്ന വ്യക്തികളുടെ നിലവിളിയും ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ കർണപുടങ്ങളിലെത്തും. അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധ തരം അനീതികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. അതിൽ ഒന്നാണ് വിധി തീർപ്പിനെ സ്വാധീനിക്കുന്ന അനീതി. വിധി തീർപ്പിനെ സ്വാധീനിക്കുന്ന അനീതി, അതായത് പ്രതി കുറ്റക്കാരനാണെന്നറിഞ്ഞിട്ടും വ്യക്തി താല്പര്യത്തിൻ്റെ പരിണിതഫലമായിട്ടോ കൈക്കൂലിയുടെ സ്വാധീനം മുഖാന്തരമോ രാഷ്ട്രീയ സ്വാധീനം മുഖാന്തരമോ നിയമത്തിൽ പഴുതുകൾ ഉണ്ടാക്കും. അങ്ങനെ നിയമത്തിൽ പഴുതുകളുണ്ടാക്കി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത് ആ പഴുതിലൂടെ കോടതിയെ സ്വാധീനിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പരിണിതഫലമായി ചില കുറ്റവാളികൾ രക്ഷപ്പെടുകയും ചില നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുവാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നീതി നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ഞാൻ അനീതിക്ക് കൂട്ടുനിന്നുകൊണ്ട് അനീതി കാണിച്ചിട്ടുണ്ടോ എന്ന് ദൈവ തിരുമുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. ഞാൻ ആ വ്യക്തിയാണെങ്കിൽ, അതായത് ഒന്ന്, പ്രതി കുറ്റക്കാരനാണെന്ന് എനിക്കറിയാം. ഞാൻ സമൂഹത്തിൽ എന്നെ സർക്കാരിൽ നിന്ന് ശമ്പളവും തന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരു നിയമപാലകനാകാം, അതല്ലെങ്കിൽ ഒരു പോലീസ് മേഖലയിലുള്ള ഒരു ഉദ്യോഗസ്ഥനാകാം. എനിക്കറിയാം പ്രതി കുറ്റക്കാരനാണെന്ന്. കൃത്യമായിട്ട് 100% എനിക്ക് ബോധ്യമുണ്ട് പ്രതി കുറ്റക്കാരനാണെന്ന്. എന്നാൽ എൻ്റെ മുമ്പിലേക്ക് മറ്റുള്ളവരെ ലക്ഷക്കണക്കിന് സമ്പത്ത് വലിച്ചെറിയുമ്പോൾ ആ സമ്പത്ത് സ്വീകരിച്ചുകൊണ്ട് ആ കുറ്റക്കാരനായ കുറ്റവാളിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള പഴുതുകൾ ഞാൻ ഉണ്ടാക്കി അത്തരത്തിലുള്ള കേസുകളാണ് ഞാൻ ചാർജ് ചെയ്യുന്നതെങ്കിൽ, ആ ചാർജ് ചെയ്തതിൻ്റെ പരിണിതഫലമായിട്ട് അത് കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നു, സ്വാധീനിക്കുന്നു. കുറ്റവാളി ശിക്ഷിക്കപ്പെടാതെ കൊണ്ട് പുറത്തു പോകുന്നു. അതുപോലെ തന്നെ മറ്റൊന്നാണ്, കുറ്റവാളിയെ പിടിച്ചാൽ, അതല്ലെങ്കിൽ കുറ്റക്കാരനാണെന്നറിഞ്ഞു അവനെ പിടിച്ചു. അവനെ പിടിച്ചു കഴിയുമ്പോൾ രാഷ്ട്രീയത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇതിനകത്ത് ഇടപെടും. വലിയ വലിയ വമ്പന്മാരിടപെടും. അവർ വിളിച്ചു പറയും. അപ്പോൾ അവർ സ്വാധീനിക്കുമ്പോൾ ഒരുപക്ഷെ താഴെയുള്ള ഉദ്യോഗസ്ഥനും മേലുദ്യോഗസ്ഥൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. നീ അങ്ങനെ ചെയ്താൽ മതി എന്ന് മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ കീഴുദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ രാഷ്ട്രീയക്കാരുടെ സ്വാധീനം സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥന്മാരുടെ സ്വാധീനത്തിന് വഴങ്ങി ഏതെങ്കിലും കുറ്റക്കാരനായ വ്യക്തിയെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ, ഇനി മറ്റൊന്നുമല്ല, വേറൊരു തരത്തിലുമുണ്ട്, നിരപരാധികളായിട്ടുള്ള വ്യക്തികളെ ക്രൂശിക്കുന്നു. നിരപരാധികളായിട്ടുള്ള വ്യക്തികൾ കുറ്റക്കാരനാണെന്ന് വിധിച്ചുകൊണ്ട് അവരുടെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അവരെ ജയിലിലേക്ക് അയക്കുവാൻ വരെ പരിശ്രമിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ പേരിൽ കേസുണ്ടാക്കുവാൻ വേണ്ടി സ്വാധീനം ചെലുത്തുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. നാം ഓരോരുത്തരും അത് കാണുകയും അനുഭവിക്കുകയും ചെയ്തു വരുന്നതാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു നിരപരാധിയെ രാഷ്ട്രീയ നേതാവിൻ്റെയോ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെയോ ശുപാർശ പ്രകാരം അവൻ്റെ പേരിൽ കള്ളക്കേസെടുക്കുകയോ അല്ലെങ്കിൽ അവനെ പീഡിപ്പിക്കുകയോ ചെയ്ത്
അവൻ്റെ കണ്ണുനീര് വീഴുവാനായിട്ടിടയായിട്ടുണ്ടെങ്കിൽ ഇത് ചെയ്ത വ്യക്തിയുടെ തലമുറയിലേക്ക് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് മുമ്പിൽ നിന്ന് ആത്മപരിശോധന ചെയ്യുമേ. രാഷ്ട്രീയ സ്വാധീനത്തിൻ്റെ പരിണതഫലമായിട്ട് നിയമത്തിൽ പഴുതുകൾ ഉണ്ടാക്കും. എന്തിനാണ് നിയമത്തിൽ പഴുതുകൾ ഉണ്ടാക്കുന്നത്? നിയമത്തിൽ പഴുതുകൾ ഉണ്ടാക്കുന്നത് കുറ്റവാളിയെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട്. അവിടെ ഇരിക്കുന്ന ജഡ്ജിക്ക് ഇതൊന്നും അറിയത്തില്ല. ജഡ്ജിയുടെ മുമ്പിൽ ചെല്ലുന്ന ആ പേപ്പർ അനുസരിച്ച്, അല്ലെങ്കിൽ മറ്റ് അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്നതനുസരിച്ച് മാത്രമേ ജഡ്ജിക്ക് അത് വിധി കൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ പഴുതുകളുണ്ടാക്കി ഒരുപക്ഷെ ജഡ്ജിയെ പോലും സ്വാധീനിച്ചെന്ന് വരാം. ഈ കാലഘട്ടത്തിൽ ജഡ്ജിമാരെ സ്വാധീനിക്കുന്ന കാലഘട്ടമാണെന്നാണ് വാർത്താ ചാനലുകളൊക്കെ പറയാറുള്ളത്. അങ്ങനെ സ്വാധീനിച്ചുകൊണ്ട് നിരപരാധിയെ ശിക്ഷിക്കുകയും കുറ്റവാളിയെ വെറുതെ വിടുകയും ചെയ്യുന്നു. കുറ്റവാളിക്ക് മോചനം, നിരപരാധിക്ക് ശിക്ഷ. ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിരപരാധി ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ വേദന, അവൻ്റെ കണ്ണുനീര്, അവൻ്റെ നിലവിളി കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ആരും മറക്കരുത്. നമുക്കൊരു നിമിഷം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള അനീതികൾ നടത്തുന്ന വ്യക്തികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടും, നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള അനീതികൾ നടത്തുകയോ കൂട്ടുനിൽക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന് മുമ്പിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വൈക ദൈവമേ, ഞങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്ന അനേകം തരത്തിലുള്ള അനീതികളുണ്ട്. അനീതിക്ക് കൂട്ടുനിന്നുകൊണ്ട് നിരപരാധിയെ വേദനിപ്പിച്ച സാഹചര്യങ്ങൾ, കുറ്റവാളിയെ രക്ഷിച്ച സാഹചര്യങ്ങൾ എല്ലാം ഇന്ന് നമ്മുടെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഇത്തരത്തിലുള്ള തിന്മകളിൽ ജീവിക്കുന്ന വ്യക്തികളുടെ പാപകരമായ ജീവിതം മുഖാന്തരം വേദനയേൽക്കേണ്ടി വരുന്ന വ്യക്തികളുടെ കണ്ണുനീര് പല കുടുംബങ്ങളിലേക്കും ശാപമായി, തകർച്ചയായി, ദുരിതമായി കടന്നു വന്നുവെങ്കിൽ അവിടുത്തെ പൊൻകരം അവരുടെ ഓരോരുത്തരുടെയും നേരെ നീട്ടിക്കൊണ്ട് കർത്താവേ, സകല മക്കളെയും വചനം പാലിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് കീഴിലേക്ക് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, സ്വർഗം തുറക്കണമേ, അനുഗ്രഹം വർഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.